ഐഡിയ സ്കീമിന് വന്നൊരു PYQ ആണ്. ദ റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x+2. എക്സ് സ്ക്വയർ പ്ലസ് 2x+2ന്റെ റേഞ്ച് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഔട്ട്പുട്ടിൽ ഫംഗ്ഷന് കിട്ടുന്ന വാല്യൂസിന്റെ സെറ്റിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ വന്നിട്ടുള്ളത് എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x+2 എന്നാണ്. എക്സ് സ്ക്വയർ പ്ലസ് 2x+2 എന്നാണ്. ഈ എക്സ് സ്ക്വയർ പ്ലസ് 2x+2നെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് സ്ക്വയർ പ്ലസ് നമുക്ക് സ്ക്വയർ കംപ്ലീഷൻ വെച്ച് 2x, ഈ രണ്ടിനെ ഞാൻ 1+1 എന്ന് എഴുതാം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x+1 നമുക്ക് എന്ത് എഴുതാം? x+1 ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ ഫംഗ്ഷനെ നമ്മളൊന്ന് മാറ്റി എഴുതി x+1 ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്നാണ്. അപ്പോൾ നിങ്ങൾ നോക്ക്, x+1 ഹോൾ സ്ക്വയർ ഔട്ട്പുട്ടിൽ കിട്ടുന്ന വാല്യൂസിന്റെ സെറ്റിനാണ് റേഞ്ച് എന്ന് പറയുക. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ടിൽ എന്തായിരിക്കും കിട്ടുക? അതായത് എഫ് ഓഫ് എക്സിന് എന്തായിരിക്കും കിട്ടുക? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് x+1 ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്നാണ്. ഈ x+1 സ്ക്വയർ ഒരിക്കലും എന്താവില്ല? നെഗറ്റീവ് ആവില്ല. ഈസ് ഓൾവേസ് നോൺ നെഗറ്റീവ് ആയിരിക്കും. അതായത് x+1 ഹോൾ സ്ക്വയറിന് കിട്ടാവുന്ന ഏറ്റവും കുറഞ്ഞ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. 0യിൽ കുറഞ്ഞൊരു വാല്യൂ കിട്ടൂല, കാരണം x+1ന്റെ സ്ക്വയർ ആണ്. x+1 നെഗറ്റീവ് ആവും, പക്ഷേ x+1 സ്ക്വയർ എന്താവില്ല? ഒരിക്കലും നെഗറ്റീവ് ആവില്ല. ഇറ്റ് ഈസ് ഓൾവേസ് നോൺ നെഗറ്റീവ്. അതിന്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അതിലേക്ക് 1 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഈ എഫ് ഓഫ് എക്സിന്റെ ഏറ്റവും കുറഞ്ഞ വാല്യൂ എന്ന് പറയുന്നത് എത്ര വരും? 1 എന്ന് വരും. അപ്പൊ ഏറ്റവും കുറഞ്ഞ വാല്യൂ 1 ആണ് അല്ലെ? പിന്നെ എന്ത് ചെയ്യും? എക്സിന് നമ്മൾ വാല്യൂസ് കൊടുക്കുന്നതിനനുസരിച്ച് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്ത് ചെയ്യും? ലാർജർ വാല്യൂയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. സോ ദ റേഞ്ച് ഈസ് എന്താണ്? 1 to infinity, that is including 1. കാരണം അതിന്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. മിനിമം വാല്യൂ 1 ആണ് ഈ ഫംഗ്ഷൻ്റെ വരിക. മാക്സിമം is going to infinity എന്ന് വരും. ഓക്കെ, സോ ഓപ്ഷൻ ഏത് വരും ആൻസർ? 1 to infinity. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ റൈറ്റ് ആൻസർ.